ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം, കുറേ അല്ല, ഒരു 2 മാസത്തിന് ശേഷം വീണ്ടും ജോലിക്ക് പോവുകയാണ്. ചെറിയ മടിയുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, പോയാലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് പോകാം. ഫസ്റ്റ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് വന്നിട്ട് ഇതാ പുട്ടും ഗ്രീൻ പീസ് കറിയും. ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു ചെറിയ കട്ടൻ ചായ. നമുക്ക് വേഗം കഴിച്ച് ഡ്രസ്സൊക്കെ മാറി നമുക്ക് വേഗം പോവാം. ഓക്കെ. സോ അങ്ങനെ 2 മാസത്തിന് ശേഷം വീണ്ടും വർക്കിന് പോവാനുള്ള. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുട്ടി അടിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, കുറേ നാൾക്ക് ശേഷം കാണുമ്പോൾ എല്ലാവരും ഓ വാവ് എന്ന് പറയണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫോക്സ് ടെയിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഓൾറെഡി നിങ്ങൾക്കറിയാം, കാരണം ഞാൻ അതാണല്ലോ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം ഇത് പ്രൈമറാണ്. ഷുഗർ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രൈമറാണ്. ജെൽ പ്രൈമറാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പോഴ്സ് ഹൈഡ് ആവുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഫൗണ്ടേഷനും ഇത് തന്നെ ഷുഗറിൻ്റെ തന്നെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഷെയ്ഡ് വന്നിട്ട് 07 ആണ് എൻ്റെ ഷെയ്ഡ്. എനിക്ക് തോന്നുന്നു കുറച്ച് തിക്കസ്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിലും നല്ലപോലെ പ്രൈമർ അല്ലെങ്കിൽ മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് അപ്ലൈ കൊടുക്കുമ്പം നന്നായിട്ടാവുന്നുണ്ട്. അത് ഞാനിങ്ങനെ എടുത്തിട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് എൻ്റെ ഫേസിൽ കണ്ടോ, സ്മഡ്ജ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഒരു അവിടെയും ഇവിടെയും പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ലൈൻസോ അങ്ങനെ ഒന്നും കാണുന്നില്ല. കാരണം ആ പ്രൈമറും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഇട്ടുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. അടുത്തത് ഐബ്രോ ആണ്. ഐബ്രോ ഞാൻ ആ ഒരു പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബ്രഷ് വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. മീൻസ് ആ ഒരു പെൻസിലിൻ്റെ മഷി ഇങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം ഐലൈനറാണ്. ഐലൈനറും ലാക്മിയുടെ തന്നെയാണ്. ആദ്യം എഴുതാൻ നോക്കി, കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് വീണ്ടും പോയി കണ്ണാടി എടുത്തിട്ട് വന്ന് ഞാൻ എഴുതി. അങ്ങനെ 2 കണ്ണും നല്ല കുഞ്ഞു വാലൊക്കെ ഇട്ടിട്ട് എഴുതി. അതിനുശേഷം ലിപ്പ് ലൈനർ എടുത്തു, ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇതും ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ തന്നെയാണ് വരുന്നത്. ഷെയ്ഡ് വന്നിട്ട് 05 ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഷെയ്ഡ് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. നെക്സ്റ്റ് ടൈം ഞാൻ ഷെയ്ഡ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു പിങ്ക് വയലറ്റ് ആ ഒരു ഷെയ്ഡ് ലിപ് ഷെയ്ഡാണ്. എൻ്റെ ഫേസിലോട്ട് എനിക്ക് അത്യാവശ്യം, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പിങ്ക് ഷെയ്ഡൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പിങ്ക്, റെഡ്, മെറൂൺ അങ്ങനെയുള്ള ഷെയ്ഡ്സൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ലൈൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡെന്ന് തോന്നിയുകൊണ്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഷേപ്പായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ ലിപ്പ്. അടുത്തത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ 2 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ലാക്മീൻ്റെതും ഒന്ന് പ്ലം കോസ്മെറ്റിക്സിൻ്റെത്. ഈ 2 ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2ൻ്റെയും ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല, സോറി. ഫസ്റ്റ് ഷെയ്ഡ് മാത്രം ഇടുമ്പോൾ കാണാൻ വലിയ ഭംഗിയില്ല, കാരണം ഒരു ഓറഞ്ച് ഷെയ്ഡാണല്ലോ, അപ്പോൾ അത്ര ഭംഗി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ആദ്യത്തേത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, രണ്ടാമത്തെ പ്ലമ്മിൻ്റെത് ക്രയോൺ ലിപ്സ്റ്റിക്കാണ്, ട്വിസ്റ്റണിങ് ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ ലാക്മീൻ്റെ റേറ്റ് വന്നിട്ട് 399ഉം പ്ലമ്മിൻ്റെ റേറ്റ് വന്നിട്ട് ഐ തിങ്ക് 699. യെസ്, 699 ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്രയോണും ലിക്വിഡും 2 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഒരു ഷെയ്ഡ് കിട്ടും. എൻ്റെ ഫേസിലോട്ട് നല്ല മാച്ചാവുന്നൊരു ഷെയ്ഡ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു എങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഷെയ്ഡ് വേണമെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ഡ് ഏതാണെന്ന് ഓർത്തിട്ടില്ല എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ആ കണ്ണിൻ്റെ മേലെ ചെറുതായിട്ട് ലൈനറൊന്ന് ഉറയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ണിൻ്റെ മേലിലായപ്പോൾ അത് ഞാൻ തുടച്ച് കളഞ്ഞു. പിന്നെ മുടിയെല്ലാം കെട്ടി സെക്യൂർ ചെയ്ത് വെച്ചു. നമുക്ക് മുടി കെട്ടേണ്ടത് ഇങ്ങനെ ബാക്കിൽ ബണ്ണ് പോലെ കെട്ടി വെക്കണം, വട്ടത്തിൽ. നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരും അങ്ങനെ ഹെയർ കെട്ടി വെക്കണം. അഴിച്ചിടാനോ അല്ലെങ്കിൽ പോണിറ്റെയിൽ കെട്ടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരാക്രമത്തിലാണ് ഞാൻ. ഓരോ സ്ലൈഡ് വെച്ച് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്.
ആ മുന്നിൽ കൊമ്പ് പോലെ നിൽക്കുന്നില്ലേ, അതും ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തതുകൊണ്ട് മുന്നിൽ ബേബി ഹെയർസ് വന്നു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കുത്തനെ എന്തോ ഷോക്ക് അടിച്ച് നിൽക്കും പോലെയാണ് നിൽക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഒതുങ്ങി നിൽക്കുന്നേ ഇല്ല. അത് ഒതുങ്ങി നിൽക്കാൻ എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ, അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതിന് ശേഷം മുടിയൊക്കെ കെട്ടി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർത്താനം പറയുന്നത് അവിടെ ഇരുന്ന് ഒരാൾക്കാർ ചോദിക്കുവാണ്, ഇന്നൊരു വൈകുന്നേരം, അന്ന് വൈകുന്നേരം ഒരു കല്യാണം ഉണ്ടേ, അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി യൂണിഫോം ഇട്ടിട്ടാണോ പോകുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ മറുപടി കൊടുക്കുന്നതാണ്. അതിന് ശേഷം ഞാൻ വേഗം തിരക്ക് പിടിച്ചതാ റൂമിൽ നിന്ന് ഇറങ്ങി. കാരണം സമയമില്ല, എൻ്റെ മേക്കപ്പ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സമയമാകും. ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർക്കില്ല അയ്യോ പോകണ്ടേ എന്നുള്ളത്. അങ്ങനെ വേഗം തിരക്ക് പിടിച്ചതാ ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിലെത്തി. എല്ലാവരും കാണാനൊന്നും പറ്റിയിട്ട് എല്ലാവരും വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.